ഹല്ലേലൂയ. ഞാനിപ്പോൾ ജാർഖണ്ഡിൽ രാവിലെ ഇവിടെ വന്ന് കത്തീഡ്രൽ പള്ളിയിൽ പോയി. അവിടെ വൈദികനെ കണ്ടു, കുർബാന കൂടിയിട്ട് ഇതിലൂടെ നടന്ന് പ്രാർത്ഥിച്ചു. ഈ ജാർഖണ്ഡിലേക്ക് വരുവാനും ഈ ജനങ്ങളോടൊത്ത് ആയിരിക്കുവാനും കർത്താവ് വലിയ കൃപ നൽകിയതിനോടത്തോണ്ട് നന്ദി പറയുന്നു. ഹല്ലേലൂയ. നമ്മൾ ബാങ്കുകളിൽ നമ്മൾ പണം നിക്ഷേപിക്കുന്നത് നമുക്ക് ആവശ്യം വരുമ്പോൾ, നമ്മുടെ കഷ്ടപ്പാട് വരുമ്പോൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ പേര് ബാങ്കിൽ ഇട്ടേക്കുന്ന പണം മറ്റാർക്കും എടുക്കാൻ സാധിക്കില്ല. നമ്മുടെ ജീവിതമാകുന്ന ബാങ്കിൽ ഒരു ദിവസത്തിൽ തന്നിരിക്കുന്ന നിക്ഷേപത്തിൻ്റെ സമയത്തിൻ്റെ ദൈർഘ്യമാണ് 24 മണിക്കൂർ. ഈ സമയത്തിൽ കുറച്ച് നേരമെങ്കിലും ദൈവത്തിനോടായി ചേർന്നിരിക്കുക നമുക്കൊന്ന് ശ്രമിക്കാം. പ്രാർത്ഥിക്കാൻ സമയമില്ല, പല ജോലികളുണ്ട്, ചിലർ വരും എനിക്ക് ഉറക്കം വരുന്നു, ക്ഷീണമാണ്, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയമെല്ലാം ജോലിയുണ്ട്, തിരക്കാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥനയിൽ നിന്ന് അകന്നു പോകുമ്പോൾ പിശാചിനോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ് അതിനർത്ഥം. കാരണം പിശാച് നമുക്ക് തരുന്ന മുന്നറിയിപ്പുകളാണ്. ഇപ്പുകളെന്ന് പറയുമ്പോൾ നമ്മളെ ദൈവത്തിൽ നിന്നും അകറ്റുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഈ പിശാചിനുള്ളൂ. ഇങ്ങനെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്താതെ അകന്നിരിക്കുമ്പോൾ പിശാച് നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞ്, നമുക്ക് ഈ ലോകത്തിലുള്ള കുറേ ആവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ സുഖസൗകര്യങ്ങൾ, ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങൾ കണ്ടറിഞ്ഞ് ദൈവത്തിൽ നിന്നും അകലുന്ന എന്ത് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത് അറിഞ്ഞുകൊണ്ട് പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമ്മുടെ ആവശ്യാനുസരണം വേണ്ട യാഥാർത്ഥ വിത്തുകൾ നമ്മുടെ ഹൃദയത്തിൽ വിതച്ചിട്ട് പോകും. ആ വിത്തുകളാണ് കോപം, മോഹം, ദുഷ്ട ആലോചന, മറ്റ് മലിന ചിന്തകൾ മുതലായവ. പണമുണ്ടാക്കണമെന്ന ചിന്ത, മറ്റുള്ളവരെ ദ്രോഹിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കണം എന്നുള്ള പല ചിന്തകളും, ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം പിശാച് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇട്ടിട്ട് പോകും. പല രീതിയിൽ പല രൂപത്തിലുമായിട്ട് പിശാച് തരുന്നത് ഏറെ ആകർഷകമായ വിധത്തിലായിരിക്കും. ഈ വിത്തുകളൊന്നും നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കില്ല. കാരണം ഇതിന് ഉള്ളൊന്നും ഉണ്ടാവുകയില്ല, വേദങ്ങൾ ഉണ്ടാവില്ല, എല്ലാം സുഖ സൗകര്യങ്ങളായിരിക്കും. നമ്മുടെ എല്ലാം സുഖ സൗകര്യങ്ങളിൽ ആഗ്രഹിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ വിത്തുകളെല്ലാം പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളിൽ പൂവിട്ട് ഫലമണിയും എന്നുള്ളതാണ് സത്യം. നമ്മളിങ്ങനെ പ്രാർത്ഥന ഇല്ലാത്ത അവസ്ഥകളാണെങ്കിൽ ഈ വിത്തുകളെല്ലാം പെട്ടെന്ന് വളർന്ന് പന്തലിച്ച് നമ്മൾ പാപത്തിൻ്റെ അന്ധകാരത്തിലേക്ക് കണ്ടുപോകും. മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാം അധ്യായം 40-41 യേശു ചോദിക്കുന്നുണ്ട്, എന്നോട് കൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഹല്ലേലൂയ. ഇങ്ങനെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ, എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ പലപ്പോഴും തോന്നാറുണ്ടാവും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നും തന്നെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന, നമുക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. ഈശോയുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നായിരുന്നു പ്രാർത്ഥന എന്ന് നമുക്ക് സുവിശേഷത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വീട്ടിലെ എല്ലാ അംഗങ്ങളും ഉണ്ട്, എന്നും ഒരു സമയത്ത് പ്രാർത്ഥന വയ്ക്കുന്ന ഒരു കുടുംബം. ഈ കുടുംബത്തിലേക്ക് ഒരു ദിവസം സന്ധ്യാസമയമായപ്പോൾ അയൽ വീട്ടിൽ നിന്ന് കുശല അന്വേഷണമായിട്ട് ഒരാൾ കടന്നു വന്നു. സംസാര വിഷയം മറ്റൊന്നുമില്ല, മറ്റുള്ള വീട്ടിലെ കുറ്റങ്ങൾ. നമ്മൾ സാധാരണ കൂട്ടുകൂടുമ്പോൾ അങ്ങനെയാണല്ലോ സംസാരിക്കാറുള്ളത്. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ, കുറവുകൾ, തകർച്ചകൾ, ഇവയൊക്കെയാണ് പലപ്പോഴും ചർച്ചാ വിഷയമായിട്ട് വന്നത്. ഈ ചർച്ചകൾ വരുമ്പോഴേക്കും ആ പ്രാർത്ഥനയുടെ സമയം നീണ്ടുപോകുന്നു. ഇങ്ങനെ വലിയ ചർച്ചകൾ നടക്കുമ്പോൾ വലിയ ഐക്യത്തോടു കൂടി നമ്മൾ ഈ ചർച്ചകളിൽ പങ്കെടുക്കും. മറ്റുള്ളവരെ കുറ്റം പറയുന്നത് കേൾക്കുവാൻ, മറ്റുള്ളവരെ കുറ്റം പറയുവാനും നമുക്കൊക്കെ വളരെ ഇഷ്ടമാണല്ലോ. നമ്മുടെ ജീവിതത്തിലെ കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട് എന്ന് നമ്മളോട് തന്നെ കുറ്റം പറഞ്ഞ് നോക്കാറുണ്ടോ? ഒടുവിൽ ഈ ചർച്ചയെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി ചർച്ച പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെച്ചിട്ട് അന്നത്തെ ചർച്ച അവിടെ അവസാനിപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് പോയി. എപ്പോൾ പ്രാർത്ഥനയ്ക്കുള്ള സമയം കുറേ കഴിഞ്ഞിരുന്നു, പ്രാർത്ഥന വെച്ചിരുന്ന സമയം കഴിഞ്ഞു പോയി. അപ്പോഴാണ് ഈ വീട്ടിൽ ഒരാൾ പറഞ്ഞു, പെട്ടെന്ന് പ്രാർത്ഥിച്ചാലോ, സമയം ഒരുപാട് കഴിഞ്ഞില്ലേ, നമുക്ക് പകുതി പ്രാർത്ഥിച്ചാലും മതി എന്നിങ്ങനെ ഒരാൾ പറയുമ്പോൾ അടുത്ത ആൾ പറയും, എനിക്ക് നല്ല വിശപ്പുണ്ട്, വർത്താനം പറഞ്ഞപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല, ഇനിയിപ്പോൾ പ്രാർത്ഥിക്കേണ്ട, നാളെ പ്രാർത്ഥിക്കാം. ഒരു ദിവസം പ്രാർത്ഥിച്ചില്ലെന്നോർത്ത് എന്താ കുഴപ്പം, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇത് കേട്ടപ്പോൾ തൊട്ടടുത്തിട്ട് മറ്റൊരാൾ പറഞ്ഞു, വിശപ്പൊന്നും നിങ്ങൾ കഴിച്ചോ, ഞങ്ങൾ കുറച്ച് പ്രാർത്ഥിച്ചോളാം. ഒരു പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അടുത്ത ആൾ പറയുന്നു, അതിപ്പോൾ സീരിയൽ തുടങ്ങാറേ,
നമ്മളിപ്പോൾ സീരിയലിൻ്റെ പുറകെയാണല്ലോ, സീരിയൽ തുടങ്ങാറ്, ഈ സീരിയൽ ഒന്ന് കണ്ടോട്ടെ, അല്പനേരം കഴിഞ്ഞിട്ട് അത് തീരട്ടെ, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് കഴിയുമ്പോഴേക്കും നമുക്ക് ഉറക്കം വരും. പിന്നെ കുടുംബ പ്രാർത്ഥന വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കും. ഇതാണ് നമ്മളെ പല കുടുംബ ജീവിതത്തിൽ നടക്കുന്നത്. അപ്പോൾ അടുക്കളയിൽ നിന്നും അടുത്തയാൾ പറയും ഈ ദോശമാവ് ഒന്ന് കുഴച്ച് വെച്ചോട്ടെ, പിള്ളേർ വരണ്ടേ, നാളത്തേക്കുള്ള റെഡിയാക്കണം. ഇങ്ങനെയാണ് അടുക്കളയിൽ നിന്നും സ്ത്രീകൾ പറയുന്നത്. നിങ്ങൾ തുടങ്ങിക്കോ, വേഗം ഞാൻ വരാമെന്ന്, കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് മറ്റൊരാൾ ആ വഴിക്ക് വന്നു. പേരിന് വേണ്ടി മാത്രം പ്രാർത്ഥനയ്ക്ക് തുടങ്ങുമ്പോൾ ഇങ്ങനെ പോകുന്നു നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ വീട്ടിലെ പ്രാർത്ഥനകൾ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരോടാണ്, നമ്മൾ ആരുടെ മുമ്പിലിരുന്നാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് സർവ്വശക്തനായ ദൈവത്തോടാണ്, ദൈവത്തിന് മുമ്പിലാണ്. ഈ ഒരു ജീവിതത്തിൽ ഈ ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ദൈവം നമുക്ക് സമയം തന്നെ അനുഗ്രഹിച്ചു. എന്നിട്ടും നമുക്ക് ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ ഒരമണിക്കൂർ സമയം ചെലവഴിക്കുവാൻ നമ്മുടെ ജീവിതത്തിലില്ല. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, ഞാൻ ജോലി ചെയ്യാൻ പോകുന്നു, എനിക്ക് ജോലി ചെയ്യുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമല്ലേ എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കുള്ളൂ. അസുഖമാണെങ്കിൽ ജോലി ചെയ്യാൻ സാധിക്കില്ല. എൻ്റെ കാലൊന്ന് തെന്നി വീണാൽ എനിക്കന്ന് ജോലി ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ സുഖ സൗകര്യങ്ങൾ ഉണ്ട്, നമുക്ക് സുഖ സൗകര്യം വേണം എന്നതിൻ്റെ പേരിൽ നമ്മൾ എപ്പോഴും മാറ്റിവെക്കുന്ന ഒരു സംഭവം എന്നുള്ള ജീവിതത്തിലെ പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനയുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴും വിശുദ്ധ ബലിയിൽ, വിശുദ്ധ കുർബാനയിൽ നമ്മുടെ ജീവിതത്തിൽ കുടുംബ പ്രാർത്ഥന മാറ്റിവെക്കാതെ നിരന്തരം നമ്മൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ അനുഭവിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. 2 ശമൂവേലിൻ്റെ പുസ്തകത്തിലെ 7-ാം അധ്യായം 29-ാമത്തെ തിരുവചനത്തിലൂടെ പ്രാർത്ഥിക്കുന്നുണ്ട്, അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവെ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹിക്കുന്നതുമാകും. ഹല്ലേലൂയ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിൽ, പ്രാർത്ഥന ചൈതന്യമുള്ള ഒരു കുടുംബത്തിൽ ആ പ്രാർത്ഥന തകർക്കുവാൻ വേണ്ടി പിശാച് പല തന്ത്രങ്ങളും കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് ഈ സീരിയലും ആ സമയത്തുള്ള മറ്റുള്ളവരുടെ കുറിച്ചുള്ള അന്വേഷണങ്ങളുമെല്ലാം. എന്നാൽ ഈ സമയത്ത് നമ്മളെല്ലാം മാറ്റിവെക്കുമ്പോൾ എൻ്റെ ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് മതി മറ്റെല്ലാം എന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ആ കുടുംബം അനുഗ്രഹീതപ്രദമാവും. ഹല്ലേലൂയ. എൻ്റെയൊക്കെ യാത്രയും അതിനോടനുബന്ധിച്ചാണ്. നമ്മൾ എത്രയോ ദിവസം ജോലി ചെയ്യുന്നു. എനിക്കാണെങ്കിൽ നാട്ടിലാണെങ്കിൽ നല്ല തിരക്കുള്ള സമയം. ഈ തിരക്കുള്ള സമയത്തും ഞാനിത് ഉപേക്ഷിച്ചിട്ട് വരുന്നത് ദൈവത്തോട് കൂടെ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അനുഭവിച്ച സ്നേഹം മറ്റുള്ളവരും കൂടെ അറിയണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ്, ആ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് എൻ്റെ യാത്രകൾ ഓരോന്നും തന്നെ. നമ്മുടെ ജീവിതത്തിൽ കണക്ക് കൂട്ടിയാൽ, ദശാംശം കൊടുക്കണമെന്ന് കണക്ക് കൂട്ടിയാൽ ഒരു ദിവസം 2-2.5 മണിക്കൂർ ദൈവത്തിന് മാറ്റിവെക്കണം. അങ്ങനെ കണക്ക് കൂട്ടിയാൽ ഒരു വർഷം എത്രയോ ദിവസങ്ങൾ നാം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു തിരിച്ചറിവോട് കൂടിയാണ് ഞാൻ എൻ്റെ ഈ സമയവും സമ്പത്തും കർത്താവിന് വേണ്ടി മാറ്റിവെക്കുന്നത്. എനിക്കൊരു സമ്പത്തൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. എന്നാൽ ഞാൻ ജോലി ചെയ്യുന്ന പണത്തിൻ്റെ ഒരു ഭാഗം മാറ്റിവെച്ചിട്ട് ഈ യാത്രകൾ നടത്തുന്നു. എന്നേക്കാൾ ചെയ്യുന്ന സഹായം, എന്നേക്കാൾ ചെയ്യാൻ കഴിയുന്ന പ്രാർത്ഥനകൾ, അതിൻ്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് തരും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. എല്ലാ ദേശങ്ങളിലും പോയി പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുന്നതിൻ്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ തരും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. എല്ലാത്തിലും വരെ ദൈവത്തോട് ചേർന്നിരിക്കുവാനുള്ള ഒരു വലിയ കൃപ ദൈവം തരുന്നുണ്ട് എന്നുള്ള സത്യം ഞാൻ അനുഭവിച്ചറിഞ്ഞു കൂടി ചെയ്യുന്നു. ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ വേണ്ടി, ദൈവത്തോട് ചേർന്നിരിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിരന്തരം പ്രാർത്ഥനയിലായിരിക്കാം. വിശുദ്ധ കുർബാന മുടക്കാതെ, നമ്മുടെ സന്ധ്യാപ്രാർത്ഥന മുടക്കാതെ, ആ സമയത്ത് എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും ആരൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വന്നാലും പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു സമയമുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിന്, ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദാനമാണ്. ഇത് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. അതിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥന നിരതരായിരിക്കാം. ദേശത്ത് കൂടി സഞ്ചരിക്കുമ്പോൾ തന്നെ ഈ ദേശത്ത് ഒരുപാട് ആളുകളെ കാണുമ്പോൾ അവരോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ല എങ്കിലും ദൈവത്തിൻ്റെ ആ സ്നേഹം അവരനുഭവിച്ചറിയുന്നു. സാധാരണക്കാരായ ജനങ്ങളുടെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. ആ സന്തോഷം അവരനുഭവിക്കുമ്പോൾ അത് മനസ്സിനൊരു കുളിർമ നൽകുന്നതാണ്. അതുകൊണ്ട് ദേശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വൈദികർക്ക് വേണ്ടിയും സിസ്റ്റേഴ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.